ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇഷിതേരൻ ട്രാഫിക് പോലീസിൽ നിന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇവിടെ ഒരു കുട്ടി മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട് അവരുടെ സ്കൂളിൽ നിന്ന് ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ബസ്സിൽ കയറിയ കുട്ടീനെ പിന്നെ കാണാനില്ല. അപ്പൊ അതിനനുസരിച്ച് ഇങ്ങനെ വിളിക്കുകയാണെന്ന് പറയാണ്. അപ്പൊ ട്രാഫിക് പോലീസിനെ വിളിക്കുന്നത്. അപ്പൊ ആ സമയത്ത് അതിലെ കൂടി ട്രാവൽ ചെയ്ത് അതിലെ കൂടി പാസ് ചെയ്ത് പോയ വണ്ടികളുടെ കണക്ക് അവരെടുത്തപ്പോൾ അതിലെ കൂടി പാസ് ചെയ്ത വണ്ടികൾ വളരെ കുറവാണ്. ആ വണ്ടികളിൽ ഒന്നാണ് ഇഷിതയുടെ വണ്ടി. അപ്പൊ അവരാണ് അതുകൊണ്ടാണ് ട്രാഫിക് പോലീസ് ചോദിക്കുന്നത് കേട്ടോ, ഡോക്ടർ ആ വഴി എങ്ങാനും പോയിരുന്നോ ചോദിക്കുമ്പോ ഇഷിത ഇല്ല പോയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇഷിത ശരിക്കും ആ ഒരു കള്ളം പറയുന്നത് കൊണ്ടാട്ടോ ഇഷിത ശരിക്കും കുടുങ്ങി പോകുന്നത് ഈ കേസിൽ. അങ്ങനെ ഇഷിത ഫോം വെക്കുന്ന ഭാഗത്തിലാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. നാളെ ആവുമ്പോഴേക്കും നമ്മുടെ സ്വപ്നയില് വീണ്ടും ഇഷിതനെ കുറിച്ച് ഇങ്ങനെ കുറ്റവും കുറവുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. അവളെന്ത് മോശപ്പെട്ട പെണ്ണാണ്, എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും ഭേദം ആ രജനിയായിരുന്നു. അവൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു 6-7 മാസമൊക്കെ നല്ല രീതി തന്നെയായിരുന്നു. സോറി, 6-7 മാസമല്ല, ഒരു 5 വർഷം വരെയൊക്കെ നല്ല രീതി തന്നെയായിരുന്നു മഹേഷിന്റെ കൂടെ ജീവിച്ചത്. അത് കഴിഞ്ഞിട്ടാണല്ലോ അവൾക്ക് സ്വത്തും പണന്നും മോഹിച്ച് ആകാശിന്റെ കൂടെ പോയത്. ആദ്യത്തെ കുറച്ച് വർഷമൊന്നും കുഴപ്പമുണ്ടായില്ലല്ലോ. പക്ഷെ ഇവള് വന്നു കയറി 1 മാസമായില്ല, അതിനു മുമ്പേ പോയി തുടങ്ങി, വേറൊരുത്തിന്റെ കൂടെ പോയി തുടങ്ങി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ രാമനാഥൻ പറയുന്നുണ്ട്, സ്വപ്നം അനാവശ്യം പറയരുത്. നീ കണ്ടോ ഇഷിത വേറെ ആരോട് പോണത്? എന്തിനെ കാണണം? നാട്ടുകാർ പറഞ്ഞല്ലോ, അതല്ലേ മഹേഷ് പറഞ്ഞത് അങ്ങനെയല്ല. ഒരാള് പറഞ്ഞു ചെറുപ്പക്കാരനോട് ഒരു റെസ്റ്റോറന്റിൽ സംസാരിക്കണത് കണ്ടു എന്ന് പറഞ്ഞു, അല്ലാതെ അതിനെ കുറിച്ച് വേറൊന്നും പറഞ്ഞില്ല. ഇഷിത ഒരു ഡോക്ടറാണ്. ഡോക്ടർക്ക് പല ക്ലയൻസിന്റെ അടുത്തും പേഷ്യന്റ് ഫാദറിന്റെ അടുത്തും അമ്മയുടെ അടുത്തും ചിലപ്പോ ബ്രദറിന്റെ അടുത്തൊക്കെ സംസാരിക്കേണ്ടി വരും. അത് ഡോക്ടർമാരുടെ ജോലിയാണ് എന്ന് പറയുന്നത്. ഇപ്പൊ നീ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴോ മഹേഷ് അവിടുത്തെ ചെറുപ്പക്കാർ ഡോക്ടർമാർക്ക് സംസാരിക്കുന്നില്ലേ? അവരെ നീ മോശമായിട്ട് കാണാറുണ്ടോ? ഇല്ലല്ലോ. നീ ഇഷിതനെ കുറിച്ച് അങ്ങനെ കൂടുതലൊന്നും വേണ്ടാത്തത് പറയണ്ട കേട്ടോ. ഇഷിത ആരാന്ന് അറിയണമെന്നുണ്ടെങ്കിലേ ഇവിടെ ചുറ്റുമുള്ളത് മാത്രം ചോദിച്ചാൽ മതി. ഇഷിതനെ കുറിച്ച് മോശപ്പെട്ട ഒരു വാക്ക് പോലും ആരും പറയില്ല, നീയും നിന്റെ മോളും ഒഴിച്ച് എന്ന് പറഞ്ഞിട്ട് രാമനാഥൻ പറയണ്ടേ. ഇനി എങ്ങാനും ഇഷിതനെ കുറിച്ച് നിന്റെ വായെന്ന് വേണ്ടാത്തത് വീണ് കഴിഞ്ഞാൽ സ്വപ്നം ഇതുവരെയല്ല അടിച്ചതുപോലെയല്ല, ഞാൻ നല്ല രീതി തന്നെ പറഞ്ഞു പുറത്താക്കും. നീയും നിന്റെ മോളും കൂടി പുറത്തു പോയിട്ട് എവിടെ ജീവിച്ചോ. ഇവിടെ മഹേഷിനെ സമാധാനമായിട്ട് ജീവിക്കണം. വെറുതെ അവരുടെ കുടുംബം കലക്കാൻ വേണ്ടി നിൽക്കരുത്. ഒരു പ്രാവശ്യം അവന്റെ കുടുംബം കലങ്ങിയതാണ്, ഒരുപാട് വേദനിച്ചതാണ് അവൻ. ഇനി ഇങ്ങനെ അവന് സന്തോഷിച്ചിട്ട് സ്വപ്നം നിനക്കും നിന്റെ മോൾക്കും എന്താണ് എന്നൊക്കെ ചോദിക്കാട്ടോ. സ്വപ്നം പിന്നെ അതിന് ശേഷം ഒന്നും തന്നെ മിണ്ടുന്നില്ല. ഓഫീസിലെത്തിയ മഹേഷ് ആണെങ്കിൽ ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുവാട്ടോ. എന്നാലും ഇഷിതക്ക് എന്തായിരിക്കും സംഭവിച്ചത്? ഇന്നലെ അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു നിഷിത എടുത്ത്. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ആ ചെറുപ്പക്കാരനായിട്ട് സംസാരിച്ചെന്ന് ഒരു വഴിപോക്കം പറഞ്ഞപ്പോ അത് അങ്ങനെ തന്നെ ഞാൻ അങ്ങോട്ട് വിശ്വസിച്ചു. അത് വീട്ടിൽ പോയി പറഞ്ഞു. അമ്മയുടെ ചേച്ചിയുടെ സ്വഭാവമൊക്കെ അറിയാവുന്ന ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഇനിയിപ്പൊ അമ്മ അതിന്റെ പേരിലായിരിക്കും ഇഷിതനെ കുറ്റപ്പെടുത്തുന്നത്. പക്ഷെ എല്ലാത്തിനും കാരണം ഞാനാണ്. എന്നെ എന്തുമാത്രം സപ്പോർട്ട് ചെയ്താണ് ഇഷിത, എന്നിട്ടും അവളെ ഞാനിങ്ങനെ ഒറ്റപ്പെടുത്തിയല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ മഹേഷ് ആകെ ടെൻഷനായിട്ടിരിക്കുമ്പോ വിവേക് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ മഹേഷ് ഇങ്ങനെ വിഷമിച്ചിരിക്കണത്? എന്താ ഇഷിതയായിട്ട് എന്തെങ്കിലും പ്രശ്നം? ഒരിക്കലുമില്ല. ഇഷിതയും ഞാനും തമ്മിൽ വഴക്കുണ്ടാവാറുണ്ട്. പക്ഷെ ആ വഴക്ക് ഒരിക്കലും വഴക്കല്ല. ഞങ്ങൾ തമ്മിലുള്ള അടുപ്പമാണ് വഴക്കായിട്ട് മാറണത്. പിന്നെ എന്ത് പറ്റി ഇപ്പൊ ആകെ ഒരു മൂഡൗട്ട്? ഒന്നുമില്ല വിവേക്, ഒന്നും പറയണ്ട. ഇന്നലെ ഇഷിത കുറച്ച് വൈകിയാ വന്നത്, ഒരു 3 മണിയൊക്കെ ആയി കാണുമായിരിക്കും. ആ സമയത്ത് ഇഷിത ആരെയും ഫോൺ വിളിച്ച് പറഞ്ഞൊന്നുമില്ല വൈകി വരുന്ന കാര്യം. അയാൾ വന്നപ്പോഴേക്കും വീട്ടിലെ അമ്മയും പെങ്ങളും കൂടെ ഞാനും ഒക്കെ ശകാരിച്ചു. ഇപ്പൊ തോന്നുന്നു അതൊന്നും വേണ്ടായിരുന്നു. വിവേക് പറയണ്ട്, മഹേഷ് എന്ത് പണിയാ കാണിച്ചത്? ഇഷിത ഒരു ഡോക്ടറല്ലേ, ഡോക്ടർക്ക് ഡ്യൂട്ടി ഉണ്ടാവും. ചിലപ്പോ രാത്രി പോലും രാവിലെ പോലെ പണി എടുക്കേണ്ടി വരും. അതൊന്നും മനസ്സിലാക്കാതെയാണോ ഇങ്ങനെ സംസാരിക്കണത്? ശരിയാ, എന്റെ ഭാഗത്ത് തെറ്റി. എനിക്ക് എത്രയും പെട്ടെന്ന് ഇഷിതിനൊന്ന് കാണണം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീ നോക്കിക്കോളോ, എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് അയാളൊന്ന് കാണണം എന്ന് പറയണം. അങ്ങനെ വിവേക് പറഞ്ഞിട്ട് ശരി, നീ പോയി കണ്ടോ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയണം. അങ്ങനെ മഹേഷ് ഇഷിതനെ കണ്ടെന്ന് സോറിയൊക്കെ പറയാൻ വേണ്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാട്ടോ. ഇഷിത ആ സമയത്ത് ഹോസ്പിറ്റലിൽ ഉണ്ട്. മഹേഷിനെ കാണുമ്പോൾ ഇഷിത ആകെ ഞെട്ടിപ്പോകുവാണ്. പക്ഷെ മഹേഷിന്റെ അടുത്ത് ദേഷ്യപ്പെട്ട് സംസാരിക്കൊന്നുമില്ല. മഹേഷ് ചോദിക്കാനൊക്കെ മറുപടി മാത്രമേ പറയുള്ളൂ, എനിക്കിവിടെ വർക്ക് ഉണ്ട്, വർക്കിനിടയ്ക്ക് എനിക്കിങ്ങനെ സംസാരിക്കാനോ കുടുംബകാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനൊന്നും സമയമില്ല. ഒരുപാട് പേഷ്യന്റിനെ നോക്കാനുണ്ട്. പേഷ്യൻസിനെ മാത്രമല്ല, ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണമെന്നൊക്കെ അറിയാലോ. അതുകൊണ്ട് പ്ലീസ് മഹേഷ് വീട്ടിലേക്ക് പോകും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് സംസാരിക്കാം, അതായത് ഹോസ്പിറ്റലിൽ ഒരു ഇഷ്യൂ ഉണ്ടാക്കരുത്. ഇവിടെ എനിക്ക് ഒരുപാട് പിള്ളേരുണ്ട്. അപ്പൊ അവരുടെ ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് നോക്കണം. ആകെ ടെൻഷനിലാണ് ഞാൻ. ഒരു കൊച്ചാണെങ്കിൽ വെന്റിലേറ്ററിലാണ്, അതിന്റെ ടെൻഷൻ വേറെ. അതുകൊണ്ട് മഹേഷ് ദൈവത്തെ ഓർത്ത് ഇവിടുന്ന് പോകുന്നു പറഞ്ഞിട്ട് മഹേഷിനെ പറഞ്ഞയക്കുകയാണ്. ശേഷം ഇഷിത നമ്മുടെ ആദിക്ക് വേണ്ടി കുറച്ച് ഫുഡുകളൊക്കെ ഓർഡർ ചെയ്ത് വരുത്തുവാട്ടോ ആദിക്ക് കൊടുക്കാനായിട്ട്. അങ്ങനെ ആദി ഇഷിതനെയും കാത്തിങ്ങനെ നിൽക്കുകയാണ്. അമ്മ ഇത് എവിടെയായിരുന്നു അമ്മ? ഞാൻ എത്ര നേരം അമ്മനെ കാത്തിരിക്കണേന്ന് അറിയാവോ? മോനെ, അമ്മയ്ക്ക് കുറച്ച് ഡ്യൂട്ടി ഉണ്ട്. അമ്മ എന്താ ഡ്യൂട്ടി മോൻ ചെയ്യണമെന്ന് മോൻ അറിയാവോ? ഇല്ല.
ശരിക്കും പറഞ്ഞാൽ ഞാൻ അതൊക്കെ മറന്നുപോയമ്മേ. അമ്മ എന്ത് ജോലിക്കാ പോണത്? അമ്മ ജോലിക്ക് പോകുന്നുണ്ടോ? പിന്നല്ലാതെ. അമ്മേ ഈ ഹോസ്പിറ്റലിലെ ഡോക്ടറാ. ആഹാ, അത് കൊള്ളാലോ. അമ്മ ഈ ഹോസ്പിറ്റലിലെ ഡോക്ടറാണോ? പിന്നല്ലാതെ. അതുകൊണ്ടല്ലേ ഞാൻ മോന്റെ അടുത്ത് ഇരിക്കണത്. പക്ഷേ പക്ഷെ മോന്റെ അടുത്ത് മാത്രം എനിക്ക് ഇരിക്കാൻ പറ്റുമോ മോനെ? വേറെ പിള്ളേരൊക്കെ എനിക്ക് നോക്കണ്ടേ? ആ, അത് ശരിയാ. പക്ഷെ എന്നാലും ഫ്രീ ആയിരിക്കുമ്പോ എന്റെ അടുത്ത് വരണം കേട്ടോ. തീർച്ചയായിട്ടും വരാം. മോൻ ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ? ഇല്ല. അമ്മ വരാതെ ഞാൻ കഴിക്കോ? നമുക്ക് ഒരുമിച്ച് കഴിച്ചാലോ? കഴിക്കാം എന്ന് പറയാണ്. അങ്ങനെ ഇഷിത 2 പ്ലേറ്റ് എടുക്കണം. അപ്പൊ നമ്മുടെ ആദ്യം പറയുന്നുണ്ട്, ഇതെന്തിനമ്മ 2 പ്ലേറ്റ്? അല്ല, നമുക്ക് കഴിക്കണ്ടേ? 1 പ്ലേറ്റ് മതി അമ്മേ. അമ്മ എനിക്ക് വാരി തന്നാ മതി എന്ന് പറയാണ്. ഇഷിതക്ക് കണ്ണ് നിറഞ്ഞു പോകട്ടെ. കാരണം ഒരു പരിചയമില്ലാത്തൊരു കുട്ടി തന്നെ അത്രമാത്രം സ്വന്തം അമ്മേനെ പോലെ ചിപ്പി സ്നേഹിക്കുന്നുണ്ട്. അമ്മേനെ പോലെ അല്ല എന്നല്ല, പക്ഷെ ഇത് അതിനേക്കാളൊക്കെ ഒരു അപ്പുറമായിട്ട് ഇഷിതക്ക് തോന്നുന്നുണ്ട്. വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ഇഷിതക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇഷിത പ്രാന്ത് പിടിച്ച പോലെ ശരിക്കും ആദിനെ സ്നേഹിക്കുകയാണ്. അങ്ങനെ ആദിക്ക് വാരിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇഡ്ഡലിയും ദോശയൊക്കെയാണ് കൊടുക്കുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ആദ്യം തിരിച്ച് ഇഷിതക്ക് വാരി കൊടുക്കുകയാണ്. ഇഷിതയുടെ കണ്ണ് നിറഞ്ഞു പോവാട്ടോ. അതിനുശേഷം ആദ്യം പറയുന്നുണ്ട്, അമ്മ എനിക്കെന്തോ വല്ലാത്തൊരു ഉറക്കം വരല്, വല്ലാത്ത ക്ഷീണം എന്ന് പറയുമ്പോ ഇഷിത പറയണ്ട, അത് വേറൊന്നല്ല മോനെ, ഭയങ്കര മരുന്നും ഓവർഡോസ് ഒക്കെയാ മോനെ കുത്തി വെക്കണത്. മോന്റെ അസുഖം പെട്ടെന്ന് മാറണ്ടേ, അതുകൊണ്ട് ക്ഷീണം ഉണ്ടാവും. പിന്നെ ആക്സിഡന്റ് കഴിഞ്ഞിട്ട് അധിക സമയമൊന്നും ആയിട്ടില്ലല്ലോ മോനെ. മോൻ കിടന്നുറങ്ങിക്കോ. അപ്പൊ അമ്മയോ? അമ്മക്ക് ഡ്യൂട്ടി ഉണ്ടെന്ന് പറയല്ലേ. അമ്മേ പ്ലീസ് അമ്മ ഒരു 10 മിനിറ്റ് എന്റെ കൂടെ കിടക്കാം അമ്മേ, ഞാൻ ഉറങ്ങി കഴിഞ്ഞിട്ട് അമ്മ പോയിക്കോ എന്ന് പറയാണ്. ശരി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മുടെ ആദ്യം ചോദിക്കുന്നുണ്ട്, അല്ല അമ്മേ എനിക്കൊരു സംശയം. എന്താ മോനെ? അല്ല, അച്ഛൻ എവിടെ? അച്ഛൻ എന്താ വരാത്തത് എന്ന് ചോദിക്കുകയാണ്. അച്ഛൻ അത് അച്ഛന്റെ ഡ്യൂട്ടി അല്ലേ മോനെ? ഡ്യൂട്ടിയോ? എന്ത് ഡ്യൂട്ടി? അച്ഛൻ കമ്പനിയിലെ സിഇഒ ആണ് എന്നിങ്ങനെ മഹേഷിന്റെ കാര്യമായിട്ട് പറയണത്. സിഇഒ ആണ്. ഏ, അച്ഛൻ സിഇഒ ആണല്ലേ? അമ്മ ഡോക്ടർ, അച്ഛൻ സിഇഒ. ആ കൊള്ളാലോ എന്ന് പറയാണ്. അപ്പൊ നമ്മുടെ ഇഷിതക്ക് സന്തോഷമാവാണ്. ശേഷം നമ്മുടെ വിനോദ് ഇഷിതനെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ അറിയുമ്പോഴേക്കും വിനോദ് ഇഷിതനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഇഷിതടുത്ത് പറയുന്നുണ്ട്, സോറി ഞാൻ കാരണമാണല്ലേ ഈ ഇടത്തേക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഇടത്തേക്ക് എന്നാ സത്യം പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ വിനോദിന് തന്ന വാക്കല്ലേ, സത്യങ്ങൾ ഒരിക്കലും എന്റെ നാവിൽ നിന്ന് പുറത്തു പോയില്ലെന്ന്. അതൊന്നും കുഴപ്പമില്ല എന്ന് പറയാണ്. അപ്പൊ വിനോദിന് നമ്മുടെ ആദ്യം കാണുന്നുണ്ട്. അപ്പൊ ആദ്യം ചെറുതായിട്ട് തെറ്റിദ്ധരിക്കുന്നുണ്ടോ, ഇനി ഇതാണ് തന്റെ അച്ഛനെന്ന്. കാരണം മഹേഷിനെ കണ്ടിട്ടില്ല. വിനോദാണെങ്കിൽ വിനോദിനും അറിയില്ലല്ലോ ഇത് ആദ്യം എന്ന് പറഞ്ഞ മകൻ മഹേഷിനുള്ള കാര്യം. അപ്പൊ ഇപ്പൊ ഈ കുട്ടിയുടെ കാര്യമൊക്കെ നമ്മുടെ ഇഷിത പറയുന്നുണ്ട് വിനോദിനടുത്ത്, ഇവൻ ഇങ്ങനെയാണ് സംഭവിച്ചതെന്നൊക്കെ പറയുമ്പോ വിനോദും ആ കുട്ടിനെ കാണാൻ പോകുമ്പോ നമ്മുടെ ആദ്യം തെറ്റിദ്ധരിക്കുകയാണ്, വിനോദാണ് ഇനി അച്ഛനെന്ന് തെറ്റിദ്ധരിക്കുകയാണ്. പക്ഷെ വേറൊരു സംഭവം ഇതിനിടയിൽ ഉണ്ടാവുന്നുണ്ട്. വേറൊന്നുമല്ല, ആദ്യയുടെ സ്കൂൾ ഉണ്ടല്ലോ, അവിടുത്തെ ഹെഡ് മിസ്റ്റർ പരാതി കൊടുക്കണം പോലീസ് സ്റ്റേഷനിൽ. അതിന്റെ പറയുന്നുണ്ട്, ദേ നോക്കിക്കോ, ആ കുട്ടി മിസ്സായിരിക്കുകയാണ്. ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാം തന്നെ അഴിയെണ്ണിപ്പിക്കൂ. നോക്കിക്കോ, ആരെയും ഞാൻ വെറുതെ വിടാൻ പോണില്ല എന്നൊക്കെ പറഞ്ഞ ഹെഡ് മിസ്റ്റർ ഭയങ്കര ചൂടിലാട്ടോ. ആ ഭാഗം പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ആ ഹെഡ് മിസ്റ്റർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും പാരന്റ്സിനോട് ഈ കാര്യങ്ങളൊന്നും പറയുന്നില്ല. കാരണം പാരന്റ്സിനോട് പറഞ്ഞ മുമ്പ് ഈ പ്രശ്നം ഒതുക്കി തീർക്കാൻ പറ്റുമെന്നാണ് ഹെഡ് മിസ്റ്റർ നോക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു സ്കൂളിലെ നാണക്കേടാണല്ലോ. മാത്രമല്ല ഭയങ്കര പ്രശ്നവും പോലീസ് കേസാവും കോടതിയാവും നാണക്കേടാവും. അതുകൊണ്ട് ഹെഡ് മിസ്റ്റർ ഭയങ്കര തകൃതിയായിട്ട് തന്നെ കേസ് കാര്യങ്ങൾക്ക് വേണ്ടി പുറകോട്ട് പോകുന്നുണ്ട് കേട്ടോ. അതായത് പോലീസിന്റെ പുറകിലും നിയമത്തിന്റെ പുറകിലൊക്കെ ഹെഡ് മിസ്റ്ററും പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും നാളത്തെ എപ്പിസോഡിൽ പ്രൊമോ ഇത്ര മാത്രമേ കാണിക്കുന്നുള്ളൂ. മഹേഷ് വരുന്നതും അതുപോലെ തന്നെ ഇഷിത ആദ്യത്ത് പോണതും അവരൊരുപാട് അടുക്കുന്നതും അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ, പിന്നെ ഈ ഹെഡ് മിസ്റ്ററിന്റെ കാര്യമൊക്കെ തന്നെ ആയിട്ട് കാണിക്കുന്നത്. പിന്നെ അതിന്റെ ഇടയ്ക്ക് രചനയുടെ ജസ്റ്റ് കാണിക്കുന്നുണ്ട്. രജനിയെ മോനില്ലാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.